BMC പ്രസൻസ് ഗ്ലോറിയ 2025 ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇരുളിൽ തിളങ്ങിയ ആ ബേത്ലഹേം നക്ഷത്രം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ വെളിച്ചം എന്നും വഴികാട്ടിയായിട്ടുണ്ടാകട്ടെ. ഈ ക്രിസ്മസ് കഴിഞ്ഞുപോയ വിഷമങ്ങളെല്ലാം മറന്ന് സന്തോഷകരമായ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയുള്ള ഊർജം നൽകട്ടെ. ഇന്ന് നമുക്ക് സന്ദേശം നൽകാനായി എത്തുന്നത് സെൻറ്റ് പീറ്റേഴ്സ് ജാക്കോബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ വികാരി വെരി റവറൻ ശ്രീവ പോൾ കോർ എപ്പിസ്കോപ്പ വട്ടവേലിലാണ്. അദ്ദേഹത്തെ എത്രയും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദീപം തെളിയിക്കുന്ന രാവുകളുടെയും പകലുകളുടെയും ഒരു അനുഗ്രഹീത സുദിനമായ ഈ ക്രിസ്മസ് ദിനത്തിൽ ബഹ്റിൻ BMC ചാനലുമായി അല്പസമയം സംസാരിക്കുവാൻ ലഭിച്ച സമയത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ക്രിസ്തുമസ് എന്ന ആ നാമധേയം കേൾക്കുമ്പോൾ തന്നെ നാം എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്ന ഒന്ന്, ലോകരക്ഷകനായ മെശിഹ മാനവരാശിയുടെ സമഗ്രമായിരിക്കുന്ന വിമോചനത്തിനു വേണ്ടി ഒരു കല്ലടാവിൽ ഒരു പുൽക്കൂട്ടിൽ ജനിച്ചു എന്നുള്ളതാണ്. നക്ഷത്രങ്ങളും പൂക്കളും പുൽക്കൂടുകളുമെല്ലാം അതിനപ്പുറമായിട്ട് ലോകരക്ഷകനായ മശിഹായുടെ ഉദയം അത് മനുഷ്യരുടെ ഹൃദയത്തിലെ ഒരു വലിയ തുടിപ്പായി മാറുക എന്നുള്ളത് കാലത്തിൻ്റെ ആവശ്യമായി വന്നിരിക്കുകയാണ്. അത് പ്രത്യാശയുടെയും ഒരു വലിയ സന്ദേശമാണ്. ഇരുളടഞ്ഞിരിക്കുന്ന ലോകത്തിലേക്ക് പ്രകാശമായി യേശുക്രിസ്തു എന്ന ആ വചനം പ്രവാചകന്മാരെ ശബ്ദിച്ചിട്ടുള്ളതായ ആ വചനം ജഡമായി തീർന്നു, മനുഷ്യാവതാരം ചെയ്തു, ഉണ്ണി ഈശോയായി പിറന്നു എന്നുള്ള ആ ഒരു വലിയ സന്തോഷം ലോക ജനത തങ്ങളിലേക്ക് ഏറ്റെടുത്തതിൻ്റെ ശ്രേഷ്ഠമായ സുദിനമാണ് ക്രിസ്തുമസായി ക്രൈസ്തവർ ലോകമെമ്പാടും ആഘോഷിക്കുന്നത്. വിനയത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ഉദാത്ത മാതൃകയായി ഇതാ ഒരു പുൽക്കൂട് മാറുകയാണ്. അത് മറ്റൊന്നുമല്ല, ലോകരക്ഷകനായ മെശിഹ പുൽക്കൂട്ടിൽ പിറക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ രാജാക്കന്മാരും വിദ്വാൻമാരും ജ്ഞാനികളും അന്നത്തെ സമൂഹത്തിൽ ഉന്നതരായിരിക്കുന്നവരാണ് കാഴ്ചകളുമായി ഈ ഉണ്ണിയേശുവിനെ കാണുവാനായി പുൽക്കൂട്ടിലേക്ക് കടന്നു വരുന്നത്. ആ പുൽക്കൂട് ഒരു കൊട്ടാര സമമായി മാറുന്ന അനർഘള നിമിഷമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതൊരു വലിയ സന്തോഷത്തിൻ്റെ സുദിനമായി കാണുവാൻ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വലിയ വേദശാസ്ത്രജ്ഞനും ഒരു വിശുദ്ധനുമായിരുന്നു നിക്കോളാസ് ഒരു വിശുദ്ധനായിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ നിക്കോളാസിൻ്റെ ഒരു പുതിയ വെർഷനായി സാന്താക്ലോസിനെ നാം ക്രിസ്തുമസിൽ പരിചയപ്പെടുന്നുണ്ട്. സാന്താക്ലോസ് വലിയ കുപ്പായമൊക്കെ ഇട്ട്, താടിയൊക്കെ നീട്ടി, മുടിയൊക്കെ നീട്ടി, നല്ല ചുമന്ന കുപ്പായമൊക്കെ അണിഞ്ഞ് മിഠായികളുമായി കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഒരു തന്നെയാണ് നാം കാണുന്നത്. ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന
മധുരപലഹാരങ്ങൾ പങ്കിടുന്ന ആ ഒരു വലിയ സന്തോഷത്തിൻ്റെ സുദിനം, അത് ക്രിസ്തുമസായി ആ സാന്താക്ലോസിനെ നമ്മൾ കാണുകയും അംഗീകരിക്കുകയുമാണ് ചെയ്യുന്നത്. ലോകമെങ്ങും അസമാധാനം നിലനിൽക്കുന്ന ഈ കാലിക യുഗത്തിൽ യുദ്ധവും യുദ്ധശ്രുതികളും നാം ശ്രവിക്കുമ്പോൾ ലോകരക്ഷകനായ മെശിഹായുടെ പിറവി ആഘോഷിക്കുവാൻ ഒരിക്കൽ കൂടി നമുക്ക് ദൈവം ഭാഗ്യം നൽകിയിരിക്കുകയാണ്. പ്രവാസികളായി ഈ ബഹ്റിനിൽ ആയിരിക്കുന്ന ഇതര ക്രൈസ്തവ സമൂഹങ്ങളുണ്ട്. അവരെല്ലാവരും അവരുടെ ദേവാലയങ്ങളിൽ ഈ ക്രിസ്തുമസിൻ്റെ ഈ ജനന പെരുന്നാളിൻ്റെ ആഘോഷം നടത്തപ്പെടുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് സമാധാനത്തിൻ്റെ പ്രഭുവായ യേശു കടന്നു വരണം. നമുക്കറിയാം, ലോകരക്ഷകനായ മെശിഹായ്ക്ക് ഈ ആകാശത്തെയും ഭൂമിയെയും എല്ലാം ഉളവാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളവനാണ്. എന്നാൽ ഈ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉടയവനായ ദൈവത്തിന് പിറന്നു വീഴുവാനൊരു മണ്ണില്ലായിരുന്നു എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് യൗസേപ്പും മറിയമും ഒട്ടകപ്പുറത്ത് അഥവാ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കുന്നുണ്ട്, ഒരു കല്ലടാവ് കണ്ടെത്തുകയാണ്. ഈ ക്രിസ്തുമസ് ഒരു ആഘോഷമായി മാറ്റുന്ന നാം എല്ലാവരും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ക്രിസ്തുമസ് ഒരു അനുഭവമായി മാറേണ്ടിയിരിക്കുന്നു. യേശുക്രിസ്തുവിന് പിറക്കുവാനായിട്ട് നമ്മുടെ ഹൃദയം ഈ ഡിസംബറിൽ, ഈ നോമ്പിൻ്റെ കാലയളവിൽ നമ്മുടെ ഹൃദയം ക്രിസ്തുവിന് പിറന്നു വീഴുവാനായി തുറന്നു കൊടുത്താൽ ഈ ഐഹിക ജീവിതം സാർത്ഥകമായി തീരും എന്നതിന് യാതൊരു സംശയമില്ല. നമ്മുടെ എല്ലാം കൂടിവരവ്, നമ്മുടെ ഈ ആഘോഷങ്ങളെല്ലാം അത് അനുഗ്രഹത്തിനായി തീരട്ടെ എന്ന് വളരെ വിനയത്തോടെ ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്രിസ്മസിൻ്റെ ദിനത്തിൽ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാവിധമായിരിക്കുന്ന നന്മകളും വളരെ വിനയത്തോടെ ബഹ്റൈൻ സെൻറ്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളിക്ക് വേണ്ടി അറിയിക്കുകയാണ്. അതിനുവേണ്ടി എന്നെ സന്ദർശിച്ച ഈ ബഹ്റൈനിലെ BMC ഗ്ലോബൽ ലൈവിനോടുള്ള പ്രത്യേകമായിരിക്കുന്ന സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ക്രിസ്തുമസിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം 2026 ന്യൂ ഇയറിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. വളരെ വ്യത്യസ്തമായ ഒരു സന്ദേശം നമുക്കായി പങ്കുവച്ച റവറൻ സ്ലീവ പോൾ കോർ എപ്പിസ്കോപ്പയ്ക്ക് ബഹ്റി മീഡിയ സിറ്റിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ഷിനോയ് പുളിക്കൻ.